everyone, it's me Jana. Welcome back to my channel. നിങ്ങൾ ഇതൊക്കെ എന്ത് ഈ ബാഗൊക്കെ തൂക്കി ഞാൻ സ്കൂളിൽ പോകാനുണ്ട് അന്നല്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് എൻ്റെ സ്കൂളിൽ നിന്ന് എനിക്ക് ബുക്സ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു ബാഗ്. അതുപോലെ തന്നെ കുറേ സാധനം നമുക്ക് സ്കൂളിൽ നിന്ന് തരും. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വയസ്സനുസരിച്ചായിരിക്കും നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് 6ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ ഈ പാരന് ഇവിടെ പറയുന്നത് കോളേജ് എന്നാണ്. അപ്പോൾ ഇതായിട്ട് കോളേജ് 1, 2, 3 ഉണ്ട്. അപ്പം ഞാനീ പോകുന്ന കോളേജാണ്. നാട്ടിലത്തെ കോളേജല്ല കേട്ടോ, ഇവിടെ ആരിനെ പറയുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ 10 വേറെ സ്കൂളിലായിരിക്കും. പിന്നെ എപ്പോഴും മാറി മാറി ആയിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് എനിക്ക് ഓൾറെഡി ഞാനൊരു കോളേജ്. പിന്നെ നമുക്ക് ഈ ബുക്ക് മേടിക്കാൻ നമ്മൾ ക്യാഷ് കൊടുക്കണോ? വേണ്ട, ഇവിടെ എഡ്യൂക്കേഷനും ബുക്സും എല്ലാം ഫ്രീ ആണല്ലേ. അതായത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് കൂടുതൽ സാധനങ്ങൾ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെയാണ് തരുന്നത് ഫ്രീ ആയിട്ട്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ പേഴ്സണലായിട്ട് വാങ്ങിക്കാവുന്നുള്ളൂ. നമ്മളിവിടെ എഡ്യൂക്കേഷനും ഫ്രീ ആണ്. എനിക്കറിയാമോ, എഡ്യൂക്കേഷനും ബുക്സ് എല്ലാം ഫ്രീ ആണ്. അതുപോലെ തന്നെ പറഞ്ഞാൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് കോളേജിൽ കിട്ടും. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ഒരു കോളേജിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട് വേണം. നമ്മൾ കോളേജിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, കോളേജ് വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മളതെല്ലാം പോയി കണ്ടു. അവിടുത്തെ ക്യാൻറ്റീന്, സ്കൂള്, എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടെന്നെല്ലാം നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് എല്ലാം പോയി കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ പറ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സ്കൂൾ അത്യാവശ്യം നല്ല വലിയതാണ്. ആദ്യം കണ്ടപ്പോൾ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തൊക്കെ എവിടെയാണെന്നൊക്കെ വേണ്ടി. അപ്പോൾ അതെ, നമുക്കൊരു ആളുണ്ടായിരുന്നു നമുക്ക് പറഞ്ഞു തരാനായിട്ടൊക്കെ. അപ്പോൾ ഇതാണ് ക്യാൻറ്റീൻ. അപ്പോൾ ഞാൻ ക്യാൻറ്റീനിന്നല്ല കഴിക്കാൻ, ആ വീട്ടിൽ നിന്നാണ് കഴിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈൻസ് ഒക്കെ ഇട്ടുണ്ട്. അവിടെ മുമ്പിൽ നമ്പേഴ്സ് ഉണ്ട്. അത് ബസ് ഇടാനല്ല, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയുള്ളതാണ് അത്. അപ്പോൾ ടീച്ചേഴ്സും നമ്മൾ അവിടേക്ക് വരും. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും. അപ്പം അതിനാണത്, വണ്ടി വയ്ക്കല്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ടീച്ചറിനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എനിക്ക് നല്ല നെർവസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വന്നതല്ലേന്ന് വിചാരിച്ച് 2-3 പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. എൻ്റെ സ്കൂളിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. എൻ്റെ കണ്ണ് മര്യാദയ്ക്ക് തുറക്കാൻ പോലും പറ്റണമായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഉണ്ടോയെന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ആരെയും കണ്ടില്ല. ഇനി നമുക്ക് അവിടെ നിന്നിട്ടും കുറച്ച് പിക്ചേഴ്സ് ആവാം. പിന്നെ ഇവിടെ സ്കൂള് തുറക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 1. അച്ഛൻ എവിടെയാണ് ഉള്ളത് ഇപ്പോൾ? നമ്മുടെ ഫ്രാൻസിലെ സ്കൂള്. യൂറോപ്പിൽ ഐ തിങ്ക് യൂറോപ്പിലെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും, യൂറോപ്പിലെ എല്ലാ കൺട്രീസിലും തന്നെ നമുക്ക് September 1 സ്കൂള് തുറക്കുന്നത്. അപ്പോൾ സ്കൂൾ ഓപ്പണിങ്ങിനായിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ. ചെറിയ നെർവസ് ഉണ്ട്. കഴിഞ്ഞ വർഷം പഠിച്ച സ്കൂളിലല്ല ഇനി പോകാൻ പോകുന്നത്. ഇത് വേറെ ഒരു സ്കൂളിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനാണ്. അപ്പം ശരി, നമുക്ക് എന്തായാലും അവിടെ പോയി കാണാമല്ലേ. നമുക്ക് കോളേജിൽ ബുക്ക് നമുക്കറിയില്ല എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കിട്ടും എന്നുള്ളതെല്ലാം നമുക്കൊന്ന് വന്നു കഴിഞ്ഞ് വെച്ചിട്ട് കാണാം. അപ്പോൾ ശരി. അപ്പം നമ്മൾ സ്കൂളിൻ്റെ അകത്തൊക്കെ പോയി നമുക്ക് കിട്ടിയത് മാത്സിൻ്റെ ബുക്കാണ്.
എവിടെ നോക്കിയാലും കാണാൻ പറ്റും മാത്സ്. എന്ത് പറ്റി ഒരൊറ്റ ബുക്ക് മാത്രം കിട്ടിയത്? ഇത് ഒറ്റ ഒരു ടെക്സ്റ്റ് ബുക്കുള്ളൂ, ബാക്കിയെല്ലാം നോട്ട് ബുക്സ് ആണ്. അപ്പം നമ്മൾ സ്കൂൾ തുറക്കുന്ന അന്ന് നമുക്ക് കിട്ടത്തുള്ളൂ ബാക്കിയെല്ലാം ബുക്സും. ബാക്കി എല്ലാ സാധനങ്ങളും അവർ പറഞ്ഞത് സ്കൂൾ തുറക്കുമ്പോൾ ഓരോ ടീച്ചേഴ്സും നമുക്ക് തരും, ഓരോ ക്ലാസ്സിൻ്റെ ടൈമിൽ ഓരോ ടീച്ചേഴ്സ് തരും എന്നാണ് പറഞ്ഞല്ലേ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലത്തെ പോലെ എല്ലാ ബുക്കും വീട്ടിലേക്ക് എല്ലാ ദിവസവും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എല്ലാ ബുക്സും നമ്മൾ സ്കൂളിൽ തന്നെ വെക്കുന്നു. സ്കൂളിൽ തന്നെയാണ് വെക്കണത്. അത്യാവശ്യമുള്ള എന്തോ ഒരു റഫ് ബുക്ക് മാത്രമേ നമ്മൾ ക്യാരി ചെയ്യാറുള്ളൂ അല്ലേ. ബാക്കി എല്ലാ സ്കൂളിൽ തന്നെയാണ് നമ്മൾ ഹോം വർക്ക് ചെയ്യണതും എല്ലാം നമ്മൾ സ്കൂളിൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കോളേജിലേക്കുള്ള കാഴ്ചകൾ. ഇപ്പോൾ സ്കൂളിൽ നിന്ന് എനിക്ക് ഒരു ടെക്സ്റ്റ് ബുക്കായിരുന്നു കിട്ടിയത്. പക്ഷെ നമ്മൾ സ്കൂളിൽ നിന്ന് നമുക്ക് പല ക്ലാസ്സിനും പല സബ്ജക്റ്റിനായിട്ട് നമുക്കുള്ള നോട്ട് ബുക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ നോട്ട് ബുക്സ്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് എനിക്കുള്ളത് ഹിസ്റ്ററിയുടെ ആണ്. അപ്പോൾ ഇത് ഫ്രഞ്ചിൻ്റെ ആയതുകൊണ്ടാണ് ഹിസ്റ്റോർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് ഹിസ്റ്ററിയുടെ ബുക്കാണ്. പിന്നെ അടുത്തത് ഇംഗ്ലീഷ്. ഇതാണ് എൻ്റെ ക്ലാസ്. ആക്ച്വലി എൻ്റെ ക്ലാസ് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പിന്നെ അവിടെ ഒരു എന്താ ഇംഗ്ലണ്ടിൻ്റെയും കാനഡയുടെയും ഫ്ലാഗ് വരച്ചിട്ടുണ്ട്. ഇത് ഫിസിക്സും കെമിസ്ട്രിയും ഓരോ ടീച്ചറാണ് എടുക്കുന്നത്. ഇത് ആർട്സിൻ്റെ. ഇത് മാത്സിൻ്റെ. മാത്സിന് നമുക്ക് 2 ബുക്ക് ഉണ്ട്. ഇത് ലെസൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടാമത്തത്. ഇത് എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ളത്. അടുത്തത് ഇത് ഫ്രഞ്ചിൻ്റെ ബുക്കാണ്. ഇത് സയൻസിൻ്റെ. പിന്നെ എനിക്ക് ഇതൊരു വലിയ ഫയലുണ്ട്. ഇത് ആക്ച്വലി മ്യൂസിക്കിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഓർമ്മയുള്ളൂ. പിന്നെ ആർട്സിനായിട്ടുള്ളൊരു വേറൊരു ബുക്കും കൂടി ഉണ്ട്. ആർട്സിൻ്റെ വീണ്ടും ഉണ്ട്. ഒരു നോട്ട് ബുക്ക് ഉണ്ട്. ഇതിനകത്ത് ഒന്നും കിട്ടില്ല. പിന്നെ ഫ്രഞ്ചിൻ്റെ ഒരു നോട്ട് ബുക്ക് കുഞ്ഞത്. ഇതൊരു സ്കൂളിൻ്റെ ഡയറിയാണ്. ഈ വർഷം എനിക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് ആണ് ഇംഗ്ലീഷ്, മാത്സ്, ഫ്രഞ്ച്. പിന്നെ എസ്പേസ് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഐഡിയ ഇല്ല. പിന്നെ മ്യൂസിക്, പിന്നെ ഹിസ്റ്ററിയും ജിയോഗ്രാഫിയും ഒരു ടീച്ചർ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ APC അത് സ്പോർട്സ് ആണ് അത്. പിന്നെ SVT അത് സയൻസ് ആണ്. പിന്നെ EMI ഉണ്ട്. അത് ആക്ച്വലി ലൈബ്രറിയാണ്, നമ്മൾ ബുക്സ് എല്ലാം വായിക്കാനുള്ളത്. പിന്നെ ആർട്സും. ഇതൊക്കെയാണ് എൻ്റെ ഈ വർഷത്തെ സബ്ജക്ട്സ് പഠിക്കാനുള്ളത്. ഇതാണ് എൻ്റെ ഡയറി. പിന്നെ എനിക്ക് അജണ്ട എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഇത് അജണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഡയറിയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പഠിക്കാനുള്ള നോട്ട്സ് എല്ലാം ഞാൻ അപ്പോൾ ഇവിടെ എഴുതാം. ഇതുപോലെ നമ്മൾ ഡേറ്റ് ഇട്ടുണ്ടാവും. അപ്പോൾ 22-ാം തീയതിക്കുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ എഴുതിക്കും. അപ്പോൾ അങ്ങനെ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഡയറി ഉള്ളത്. ഇതിന് അജണ്ട എന്നാണ് നിങ്ങൾ വിളിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വർഷത്തെ സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്സ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.